രാജ്യത്ത് ബി.ജെ.പിയുടെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ അതിശക്തമായിട്ട് തന്നെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് 5 കോടിയിൽ പരം ആളുകൾ ഇപ്പോൾ തന്നെ ബി.ജെ.പിയുടെ അംഗത്വം സ്വീകരിച്ച് വലിയ രീതിയിൽ തന്നെ ദേശീയതയെ സംരക്ഷിക്കാൻ വേണ്ടി പ്രവർത്തിക്കാനായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. സാധാരണ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് ബി.ജെ.പിക്ക് ഏറ്റവും കൂടുതൽ മെമ്പർഷിപ്പുകൾ ഉണ്ടാകുന്നതെങ്കിൽ ഇത്തവണ അതിന് വലിയ രീതിയിൽ മാറ്റമുണ്ടായിരിക്കുകയാണ്. ദക്ഷിണേന്ത്യയിൽ തന്നെ ശക്തമായിട്ടുള്ള ഒരു മുന്നേറ്റം ബി.ജെ.പിയുടെ അംഗത്വ വിതരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിരിക്കുകയാണ് എന്നുള്ളതിൽ ഒരു തർക്കമില്ലാത്ത രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് കേരളം എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു കൊച്ചു സംസ്ഥാനത്തുണ്ടാകുന്ന മാറ്റങ്ങൾ തന്നെയാണ് വിചിത്രപരമായിട്ട് നമ്മൾക്ക് നോക്കിക്കാണേണ്ടത്. ഇതിൽ പ്രധാനമായിട്ട് CPM-ൽ നിന്നും CPI-ൽ നിന്നും തങ്ങളുടെ ഇത്രയും കാലത്തെ ജീവിതത്തിൽ പ്രവർത്തിച്ചതിൽ ഏറ്റവും വലിയ തെറ്റ് പറ്റിയത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ ഭാഗമായി നിന്നതാണ് എന്നുള്ള രീതിയിലേക്കുള്ള വിഷയങ്ങൾ പരസ്യമായിട്ട് ഒരു മടിയും കൂടാതെ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരികയാണ് കേരളത്തിലെ നിരവധി പഞ്ചായത്തുകളിലുള്ള ഇടതുപക്ഷ അനുഭാവികളും സജീവ പ്രവർത്തകരും. ഇതിൽ ഏറ്റവും ഇപ്പോൾ പുറത്തു വരുന്ന സുപ്രധാനമായിട്ടുള്ള ഒരു വാർത്ത എന്താണെന്ന് വെച്ചാൽ തൃശ്ശൂർ ജില്ലയിൽ ശക്തമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. തൃശ്ശൂർ ജില്ലയിലെ ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ചേലക്കര നിയമസഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ ദിവസം 20ഓളം CPI-യുടെ പ്രധാനപ്പെട്ട പ്രവർത്തകരാണ് ബി.ജെ.പിയിൽ അംഗത്വം സ്വീകരിച്ച് മുന്നോട്ട് വന്നിരിക്കുന്നത്. കെ അനീഷ് കുമാർ എന്ന് പറയുന്ന ബി.ജെ.പിയുടെ തൃശ്ശൂർ ജില്ലാ അധ്യക്ഷനിൽ നിന്നാണ് ഇവർ മെമ്പർഷിപ്പ് സ്വീകരിച്ച് മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇതിൽ ഏറ്റവും സുപ്രധാനമായിട്ട് നമ്മൾക്ക് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ ഒരു 2 ആഴ്ചകൾക്ക് മുന്നാണ് ഇവിടെ ഇടതുപക്ഷത്തിന്റെ സജീവ പ്രവർത്തകനും CPI-യുടെ ഏരിയ സെക്രട്ടറിയുമായിട്ടുള്ള വിജീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹം ബി.ജെ.പിയിലേക്ക് വരുന്നത്. പാർട്ടിയിൽ ഉണ്ടായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അദ്ദേഹം എടുത്ത് മുന്നോട്ട് വെച്ചുകൊണ്ട് പാർട്ടിയുടെ മുന്നിൽ തന്നെ ഈ ഒരു തീരുമാനങ്ങൾ അദ്ദേഹത്തിന്റെ നിലപാടുകൾ മുന്നോട്ട് വെക്കുമ്പോൾ അതൊന്നും അംഗീകരിക്കാതെ ഇടതുപക്ഷത്തിന്റെ സ്വാഭാവികമായിട്ടുള്ള തങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ ചില നിലപാടുകൾ അത് ജനങ്ങൾക്ക് ദ്രോഹമാണെങ്കിൽ പോലും അത് ഒരിക്കലും ആ ജനങ്ങളുടെ നിലപാടുകൾക്ക് എതിരായിട്ട് നിൽക്കുന്ന ആ ഒരു സാധ്യതകൾ അല്ലെങ്കിൽ അവരുടെ ആ ഒരു സ്വഭാവം അത് ഒരിക്കലും മാറ്റാത്ത രീതിയിലാണ് ഈ CPI എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനവും CPM-ഉം കുറെ നാളുകളായിട്ട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ സഹികെട്ടുകൊണ്ട് സജീവമായിട്ട് പ്രവർത്തിക്കുന്ന വിജീഷിനെ പോലെയുള്ള പ്രധാനപ്പെട്ട പ്രവർത്തകർ ഈ മുള്ളൂർക്കര എന്ന് പറയുന്ന ചേലക്കരയിലെ പഞ്ചായത്തിൽ നിന്നും അല്ലെങ്കിൽ പഞ്ചായത്തിൽ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ അവരെല്ലാവരും ഇടതുപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട ചുമതലകളെല്ലാം രാജിവെച്ചുകൊണ്ട് തങ്ങൾക്കൊപ്പം നിൽക്കുന്ന സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകരെ ഒന്നിച്ചു കൂട്ടി ഒരു വലിയ ജനക്കൂട്ടമായിട്ട് ബി.ജെ.പിയുടെ ഭാഗമായി മുന്നോട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ തൃശ്ശൂർ ജില്ലയിൽ ബി.ജെ.പിയുടെ വളർച്ചയെ സംബന്ധിച്ച് വലിയ ഒരു മുതൽക്കൂട്ടാകുന്ന ഒരു കാര്യമാണ്. ഈ വിജീഷ് എന്ന് പറയുന്ന വ്യക്തിയെ ഇപ്പോൾ ബി.ജെ.പി ചെറുതുരുത്തി മണ്ഡലത്തിന്റെ ബി.ജെ.പിയുടെ സംഘടനാ മണ്ഡലം എന്നുള്ള രീതിയിലേക്ക് ചെറുതുരുത്തി മണ്ഡലത്തിന്റെ വൈസ് പ്രസിഡന്റാക്കി ചുമതല നൽകിയിരിക്കുകയാണ്. അപ്പോൾ ചരിത്രപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗ്രൗണ്ട് തലത്തിൽ ബൂത്ത് തലത്തിൽ തന്നെ വിചിത്രപരമായിട്ടുള്ള മാറ്റങ്ങളാണ് ബി.ജെ.പി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നിരവധി പഞ്ചായത്തുകൾ ഇനി വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ ബി.ജെ.പി കേരളത്തിൽ പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ലയിൽ ഭരിക്കാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും ഒരുങ്ങി നിൽക്കുന്ന ഒരു സമയമാണെന്നുള്ളതിൽ ഒരു രീതിയിലുമുള്ള തർക്കമില്ലാത്ത കാര്യങ്ങളാണ് വരാൻ പോകുന്നത് എന്നുള്ളതിൽ ഒരു സംശയമില്ല. ഏറ്റവും വലിയ രീതിയിൽ നമ്മൾ നോക്കിക്കാണേണ്ടത് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ മാത്രം 44 പഞ്ചായത്തുകളിൽ 34 പഞ്ചായത്തിലും ബി.ജെ.പി ഒന്നാം സ്ഥാനത്തെത്തുന്ന ഒരു വളരെ വലിയ ഒരു കാഴ്ച നമ്മളെല്ലാവരും കണ്ടിരുന്നു. ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയുടെ പഞ്ചായത്ത് അന്തിക്കാട് എന്ന് പറയുന്ന പേരിലുള്ള ഒരു പഞ്ചായത്താണ്. ഈ പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ ജില്ലയിലെ മോസ്കോ എന്നാണ് ഇവർ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ആളുകൾ പ്രത്യേകിച്ച് CPM-ഉം CPI-യും നിരന്തരമായി
പ്രധാനമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ പഞ്ചായത്തിൽ ആകെയുള്ളത് 16 ബൂത്തുകളാണ്. ഈ 16 ബൂത്തുകളിൽ 15 ബൂത്തുകളിൽ സുരേഷ് ഗോപിക്ക് ഒന്നാം സ്ഥാനത്തെത്താൻ സാധിക്കുകയും അതോടൊപ്പം തന്നെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി ആയിട്ടുള്ള VS സുനിൽകുമാറിന്റെ ബൂത്തിൽ മാത്രം അദ്ദേഹം വെറും 11 വോട്ടുകൾക്ക് മാത്രമാണ് ലീഡ് ചെയ്തത്. രണ്ടാം സ്ഥാനം സുരേഷ് ഗോപി വരികയും ചെയ്തു. അപ്പോൾ ഇതെല്ലാം എടുത്തു നോക്കുന്ന സമയത്ത് നമ്മുടെ കേരളം എന്ന് പറയുന്ന ഈ ഒരു കൊച്ചു സംസ്ഥാനത്തെ മുഴുവൻ ജില്ലകളിലും മുഴുവൻ പഞ്ചായത്തുകളിലും വലിയ രീതിയിൽ തന്നെ BJPക്ക് മാറ്റങ്ങൾ സൃഷ്ടിച്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതിൽ തർക്കമില്ലാത്ത കാര്യം. എന്തുകൊണ്ടാണ് CPI എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ പല ഉന്നതരായിട്ടുള്ള വലിയ രീതിയിൽ എക്സ്പീരിയൻസ് ഉള്ള സംഘടനാ കാര്യകർത്താക്കൾ ഇവർ എന്തുകൊണ്ട് ഈ പ്രസ്ഥാനം വിട്ട് മുന്നോട്ട് അല്ലെങ്കിൽ BJPയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ഇവരുടെ എല്ലാം പ്രവർത്തനങ്ങളിൽ സംതൃപ്തരല്ല. പുതിയ തലമുറ ആരും തന്നെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിലേക്ക് ചേക്കേറുന്നില്ല എന്നുള്ളത് കൂടി ഒരു വലിയ പ്രതിസന്ധി ഇവരുടെ സംഘടനാ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കാര്യം തന്നെയാണ്. കൂട്ടത്തിൽ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനം എടുത്ത് നോക്കുമ്പോഴും ഇതേ ഒരു സാഹചര്യം, വലിയ ഒരു പ്രതിസന്ധി അവരും നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ 200-ന് മുകളിൽ ബൂത്തുകളിൽ മുരളീധരന് സ്ഥാനാർത്ഥിയായിട്ടുള്ള ആ ഒരു പ്രചരണ പ്രവർത്തനങ്ങൾ പോലും ചെയ്യാനോ ബൂത്തിൽ ആളുകൾ ഇരിക്കാനോ പോലും ഇലക്ഷന്റെ വോട്ടെടുപ്പിന്റെ അന്ന് ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ അത് വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി സംഘടനാ പ്രവർത്തനത്തിൽ കോൺഗ്രസിന് ഉണ്ട് എന്നുള്ളതിൽ ഒരു തർക്കമില്ല. അത് അദ്ദേഹം ഇടക്കിടക്ക് വന്നുകൊണ്ട് പറയുന്നുണ്ട്. തൃശ്ശൂരിൽ വലിയ രീതിയിലുള്ള ഒരു മുങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പലിലാണ് തന്നെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കിയത് എന്നുള്ള രീതിയിലുള്ള ഒരു അധിക്ഷേപമൊക്കെയാണ് മുരളീധരൻ ഇപ്പോൾ നടത്തിക്കൊണ്ടത്. അപ്പോൾ എങ്ങനെയാണെങ്കിലും നമ്മുടെ കൊച്ചു കേരളത്തെ സംബന്ധിച്ച് കേരളം BJPയുടെ കൈകളിലേക്ക് സുരക്ഷിതമാവാൻ വേണ്ടി അല്ലെങ്കിൽ അതിനെ ആദ്യത്തെ ഘട്ടം എന്നുള്ള രീതിയിലേക്ക് 20% വോട്ടുകൾ നേടിയെടുക്കുക എന്നുള്ള ആ ഒരു ലക്ഷ്യം BJP ഇപ്പോൾ നേടിയിരിക്കുകയാണ്. ഇത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ത്രിതല പഞ്ചായത്ത് ഇലക്ഷനിൽ BJPയുടെ ഒരു വലിയ മുന്നേറ്റം അത് നമ്മൾക്ക് കാണാൻ സാധിക്കും എന്നുള്ള ഒരു രീതിയിലേക്കുള്ള ഒരു വിഷയങ്ങളാണ് രാഷ്ട്രീയ നിരീക്ഷകന്മാരെല്ലാവരും തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇടതുപക്ഷവും കോൺഗ്രസും നിരന്തരമായിട്ട് നമ്മുടെ രാജ്യത്ത് കേരളത്തിലുള്ള പല പഞ്ചായത്തുകളും ഭരിച്ച് അതിൻ്റെ എല്ലാം അവസ്ഥകൾ വലിയ രീതിയിൽ തന്നെ താഴേക്ക് പോകും. പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളും സാധാരണ ജനങ്ങളുടെ വിഷയങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയിൽ അഴിമതിയും കെടുകാര്യസ്ഥതയുമായിട്ട് ഈ രണ്ട് മുന്നണികളും നിരന്തരമായിട്ട് മുന്നോട്ട് പോകും. ഇതിൽ വെറുപ്പ് ഉണ്ടായിരിക്കുന്ന ജനസമൂഹം വലിയ രീതിയിൽ തന്നെ BJPയോടൊപ്പം നിലനിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന BJPയുടെ സംസ്ഥാന അധ്യക്ഷന്റെ നേതൃത്വത്തിൽ ഇന്നുള്ള ഒരു സംസ്ഥാന തലത്തിലുള്ള ടീം ശക്തമായിട്ടുള്ള പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വരാനിരിക്കുന്ന 2 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലും വലിയ മുന്നേറ്റമാണ് BJPക്ക് ഉണ്ടാക്കാൻ സാധിക്കുക എന്നുള്ള പ്രതീക്ഷയാണ് BJP നേതൃത്വം മുന്നോട്ട് വെക്കുന്നത്. അതിന്റെ ഭാഗം തന്നെയാണ് ഇപ്പോൾ ഈ ഒരു മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെ ഒരു വലിയ തരംഗം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ചേലക്കര നിയമസഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. അപ്പൊ ചേലക്കരയിലാണ് ഇതുപോലെ CPI ഇടതുപക്ഷ പാർട്ടികളിൽ നിന്ന് വലിയ രീതിയിലുള്ള ഒരു ജനക്കൂട്ടം BJPയിലേക്ക് ഇപ്പോൾ ചേക്കേറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് BJPക്ക് വലിയ ഗുണം ചെയ്യും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് വരുന്ന ഓരോ സഖാക്കന്മാരും പറയുന്നത്. ഇത്രയും കാലം പ്രവർത്തിച്ച സംവിധാനം അത് വളരെ വലിയ ഒരു തെറ്റിലായിരുന്നു ഞങ്ങൾ നിന്നിരുന്നത് എന്നുള്ള രീതിയിലേക്കുള്ള വിഷയങ്ങളൊക്കെയാണ് പറഞ്ഞിവർ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. നിരന്തരമായിട്ട് ഇനിയും ഒരുപാട് സഖാക്കന്മാർ BJPയിൽ ചേരാനായിട്ട് തയ്യാറായി നിൽക്കുന്നു ചേലക്കര നിയോജക മണ്ഡലത്തിൽ എന്നുള്ള വാർത്തകളാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്.